Good afternoon. Good afternoon, ma'am. Okay, good afternoon. സംശയത്തില്ലേ നിങ്ങൾക്ക്? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? കേൾക്കുന്നുണ്ട് മാം, ഒരു പ്രശ്നവും നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു മാം. 2 ദിവസമൊക്കെ ഉണ്ടായപ്പോ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റൽ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഞാന് നമ്മുടെ ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചില എന്താ പറയാ റൂൾസ് അല്ലെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജോലി ചെയ്യാം, ഏതൊക്കെ ഫീൽഡുകളിൽ നമ്മൾ പറഞ്ഞു? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ, അതുപോലെ തന്നെ ആംബുലേറ്ററി കെയർ സെന്ററുകളില്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഹോസ്പൈസ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഫിസിഷ്യൻ ഓഫീസേഴ്സ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ഹോം ഹെൽത്ത് കെയർ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ. ഇവിടെയൊക്കെ ആർക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. ഈ പോയിന്റ്സുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താണ്, ഒരുപാട് വലിയ ഫെസിലിറ്റികളുള്ള ഒരു ഹോസ്പിറ്റൽ ആയി കഴിയുമ്പോൾ അവിടെ എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും, ഡിപ്പാർട്ട്മെന്റുകളും കൂടുതലായിരിക്കും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ ആരുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർമാര് ഉണ്ടായിരിക്കും. അതേസമയം നമ്മൾ ഫെസിലിറ്റി കുറഞ്ഞ ചെറിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒരുപക്ഷെ എന്തായിരിക്കും, അവിടെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള ഹോസ്പിറ്റലില് ഒരേ ഒരു അഡ്മിനിസ്ട്രേറ്റർമാര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഫിനാൻസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ. ഇത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് മാത്രമല്ല അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പൊസസ് ചെയ്യാവുന്ന പൊസിഷൻസുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സ്കില്ലും ക്വാളിഫിക്കേഷനും ഒക്കെ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടി നമുക്ക് എന്തൊക്കെ പൊസിഷനിലേക്ക് വരെ എത്തിപ്പെടാം അല്ലെ. നമ്മൾ പറഞ്ഞു സിഇഒ പൊസിഷനിലോട്ട് എത്തിപ്പെടാം. കാര്യം എന്താണ്? ഇറ്റ് ഇസ് എ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. സിഇഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അവരെന്ന് പറയുന്നത് ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഹീസ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ ലോസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ഏറ്റവും ടോപ്പിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ് സിഇഒ എന്ന് പറയുന്നത്. പിന്നെ സിഒഒ, അതുപോലെ തന്നെ സിഎഫ്ഒ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ വരെ പറഞ്ഞിട്ട് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലോ? ഒരു ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശരി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഫങ്ഷനുകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത് തന്നെയാണ്, സെയിം പോയിന്റുകളൊക്കെ തന്നെയാണ് അവിടെ
പറഞ്ഞു കൊടുക്കും. നമുക്ക് നോക്കാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിനകത്ത് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് നമുക്കറിയാം അല്ലെ, HR ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അതിനകത്ത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു HR ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഹോസ്പിറ്റലിന് മാത്രമല്ല ഏതൊരു ഓർഗനൈസേഷൻ ആയിരുന്നാലും HR ഫംഗ്ഷൻ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാം അല്ലെ, അതിന്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു HR ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ HR ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ സെലക്ട് ചെയ്യുക അല്ലെ, അവരെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഹയർ ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, അവർക്ക് വേണ്ട ഓൺബോർഡ് ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അതുപോലെ അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക അവിടുത്തെ ജീവനക്കാർക്ക്. പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ധാരാളം എന്താണ് ബെനിഫിറ്റ്സുകൾ കൊടുക്കുക അല്ലെ, ബെനിഫിറ്റ്സ്, കോമ്പൻസേഷൻസ്, അതൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാം. അവരുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെന്താണ്, ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസ് അവര് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ HR ഫംഗ്ഷൻസ് ആണ് കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻസ് ആണ്. മനസ്സിലായോ? അത്തരം പ്രവർത്തനങ്ങൾ ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻസ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ഇതാണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, CEO ആവാം, CO ആവാം അല്ലെ. അപ്പോ അവരെല്ലാവരും തന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ പല പല ഓപ്പറേഷൻസിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണ് അല്ലെ. ഒരു അഡ്മിനിസ്ട്രേറ്റർക്കും അതിനുള്ള ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ എന്താണ്? പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ് അല്ലെ, പബ്ലിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ്. അതായത് നമ്മൾ ഓൾറെഡി പബ്ലിക് റിലേഷൻ പഠിച്ചിട്ടാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്ത് ചെയ്യണം? റെപ്യൂട്ടേഷൻ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കുമായിട്ട് എന്ത് വേണം? നല്ലൊരു റിലേഷൻ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അപ്പൊ അതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ഇടപെടേണ്ടതായിട്ട് വരും, മീഡിയാസ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ആർക്ക് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. കൃത്യമായിട്ടുള്ള പോളിസികൾ, അതായത് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുക. ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പാക്കണം. ഓക്കെ, അതൊക്കെ അവരുടെ ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ എന്താണ്? എൻഷുർ ദ കംപ്ലൈൻസ് വിത്ത് ലോസ് റൂൾസ് എന്നാക്കുക കേട്ടോ. നൈസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തെറ്റാണ്. റൂൾസ് എന്നാക്കിപ്പോഴും അവിടെ റൂൾസ് എഴുതുക. ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. അത് മാത്രമല്ല എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റലിന്റെ ആയ എത്തിക്സുകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ്. പിന്നെന്താണ്? ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ്. അഡ്മിനിസ്ട്രേറ്റർ ആണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? The hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. എന്താണ് പറയുന്നത്? മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റല് എല്ലാവിധ ഗവൺമെന്റ് റൂളുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത്. നമ്മൾ കുറെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ലോകളൊക്കെ നമ്മൾ പറഞ്ഞു. കൂടാതെ ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് ചില പ്രാദേശിക പറയുന്ന സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അവരുടെയൊക്കെ റൂൾസിന് വിധേയമായിട്ടാണ് ഓരോ ഓർഗനൈസേഷനും ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഗവൺമെന്റ് റൂളുകൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം.
ഗവൺമെന്റ് റൂൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എന്ത് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ, പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി അഷുറൻസ് ഒക്കെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമല്ല എല്ലാവിധ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സും അല്ലെ, നിയമാനുസൃതമായ എല്ലാ ആവശ്യകതകളും അവര് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും അവരുടെ ഡ്യൂട്ടിയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകൾ എന്ന് പറഞ്ഞല്ലേ, അതായത് നമ്മുടെ പേഷ്യന്റ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റാഫിന്റെ റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, ഓക്കെ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റ് കെയർ റെഗുലേഷൻസ്, സ്റ്റാഫ് റെഗുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ട് തന്നെയാണോ ആ ഒരു ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്, അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. നേരത്തെ പറഞ്ഞതാണ് അല്ലെ, നേരത്തെ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. അത് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തിയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് all the staffs are aware of the hospital's vision and objectives. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ വിഷൻ അല്ലെ, അവരുടെ ഒരു വിഷൻ ഉണ്ട്, അവർക്കൊരു പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ ഓരോ ജീവനക്കാർക്കും എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, അവബോധം ഉണ്ടായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ ഒരു ജീവനക്കാർ നമ്മൾ അവിടെ വർക്ക് ചെയ്താൽ മാത്രം പോരാ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു മിഷൻ ഉണ്ട്, അതിലൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒരു ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ആർക്കുണ്ടായിരിക്കണം, അവിടുത്തെ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. അതുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ ഫംഗ്ഷനാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാവിധ മാനേജ്മെന്റ് ഡിസിഷൻ, മാനേജ്മെന്റ് അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ക്യാരി ചെയ്യുന്നത് ആരിലൂടെയാണ്? അഡ്മിനിസ്ട്രേറ്ററിലൂടെയാണ് അല്ലെ. മാനേജ്മെന്റ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരിലൂടെയാണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാരിലൂടെയാണ്. എത്ര ഫംഗ്ഷൻസ് കണ്ടിന്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻസ് ഉണ്ട്, പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യണം, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ പ്രവർത്തിക്കണം അല്ലെ. അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കണം. അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ മിഷനെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചും അറിവുണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരിലൂടെയാണ്? അഡ്മിനിസ്ട്രേറ്ററിലൂടെയാണ്. ഇനിയുണ്ട് കുറച്ചധികം പോയിന്റ്സ്. അടുത്ത പോയിന്റ് നോക്കിയേ, മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. മേജർ റൂൾസ്, പ്രധാനമായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ട് അല്ലെ, ഗവൺമെന്റ് നിയമങ്ങളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസുകൾ ഉണ്ട്, അതുപോലെ തന്നെ റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. പേഷ്യന്റ് കെയർ റെഗുലേഷൻസ് ഉണ്ട്, അതായത് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്, അതുപോലെ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. പേഷ്യന്റ് കെയർ റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് റെഗുലേഷൻസ് ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ക്വാളിഫൈഡ് ആയിരിക്കണം, ആക്ട് യോഗ്യതയുള്ള ആളുകളായിരിക്കണം, അവരുടെ സർട്ടിഫൈഡ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റാഫിംഗ് റെഗുലേഷൻസ് ഉണ്ട്, സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്, ഫയർ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ്റ്റി, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ കുറെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്യും. മാപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് ആസൂത്രണം ചെയ്യും അല്ലെ, പ്ലാൻ ചെയ്യാം. അത് തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ? പോരാ, എന്തും കൂടെ വേണം, എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. അതെല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പാക്കണം. ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് മേക്ക് ഷുവർ ദാറ്റ് ദ റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസീസ്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ കുറെ റൂളുകൾ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല.
ആ റൂളുകളെല്ലാം തന്നെ എന്ത് വേണം, ഹോസ്പിറ്റലിന്റെ പോളിസിയിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ, ഒത്തിരി നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ആ നിയമങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലെ. എന്നതുപോലെ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ പറയുന്ന റൂളുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യണം അല്ലെ, അതൊക്കെ രൂപീകരിക്കണം. പക്ഷെ അത്തരം റൂൾസുകളെല്ലാം കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും വരണം, ഹോസ്പിറ്റൽ പോളിസികൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. വെറുതെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോലെ, പോളിസിയിൽ അത് വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ആ പോളിസി പ്രകാരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പാക്കേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് ദ റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസി, ഹോസ്പിറ്റൽ പോളിസി ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. അടുത്ത പോയിന്റ് ഇതാണ്, ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ. എംപ്ലോയർ ആരാണ്? എംപ്ലോയർ തൊഴിലുടമകളാണ് അല്ലെ, തൊഴിൽ ദാതാക്കളാണ്, തൊഴിൽ കൊടുക്കുന്ന ആളുകളാണ് അല്ലെ. എംപ്ലോയി നിങ്ങൾക്കറിയാലോ, ജീവനക്കാരാണ്. അപ്പൊ എപ്പോഴും തൊഴിലുടമകൾ, അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആ ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. കാര്യം ഒരു എംപ്ലോയിയും എംപ്ലോയർ ഒരുമിച്ച് നല്ല രീതിയിൽ ഒരു റിലേഷൻ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആരിലുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരിലുണ്ട്. ഓക്കെ, അടുത്തതാണ് വർക്ക്സ് അറ്റൻഡീവിലേക്ക് വിത്ത് അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് ദ മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് നഴ്സിംഗ് സൂപ്രണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവുകളുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അവർക്ക് ഗവേണിംഗ് പോസ്റ്റിലെ ആളുകളുമായിട്ട് സമ്പർക്കം വരുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, ഡോക്ടർമാര്, നഴ്സുമാര്, അങ്ങനെ പബ്ലിക് അല്ലെ, കമ്മ്യൂണിറ്റീസ്, മറ്റുള്ള പാർട്ട്നേഴ്സ്, ഇവരെല്ലാവരുമായിട്ട് മറ്റുണ്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ചില അഡ്മിനിസ്ട്രേറ്റർമാര് രോഗികളുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന മെഡിക്കൽ ഞാൻ വെച്ച് പറഞ്ഞതുള്ളൂ, മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള മറ്റുള്ള ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവുകളുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫംഗ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് അല്ലെ, കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഫംഗ്ഷനാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ് അല്ലെ. വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സ്മൂത്ത് ആയിട്ട് വേണം അവിടെ വർക്ക് ചെയ്യാൻ. അത് സ്മൂത്ത് ആയിട്ട് മാത്രമല്ല, വളരെ എഫിഷ്യന്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യണം എന്നുള്ളത്. ശരി, ഇതൊക്കെ എന്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ കോർഡിനേറ്റിംഗ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, ആ പോയിന്റിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫംഗ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. അടുത്തതാണ് ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക അല്ലെ. നമ്മൾ മറ്റേ റോൾസ് പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് പറഞ്ഞപ്പോ നമ്മൾ ഇൻഫർമേഷൻ റോൾസിൽ പറഞ്ഞു, സ്പോക്സ് പേഴ്സൺ ഒക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ല നിങ്ങൾക്ക്? സ്പോക്സ് പേഴ്സൺ നമ്മളത് പറഞ്ഞു, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്, ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ കേട്ടോ, ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. പിന്നെന്താണ്, സബ്മിറ്റ് ദ ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി അല്ലെ. ഗവേണിംഗ് ബോഡി അല്ലെ, ഭരണകർത്താക്കൾ ഉണ്ടാവുന്നത് അല്ലെ, ഗവേണിംഗ് ബോഡിയില് എന്ത് ചെയ്യാം, വാർഷിക റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുക. അതും നമ്മൾ പഠിച്ചതാണ്. അതായത് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് പഠിച്ചില്ലേ നമ്മൾ, പോസ്റ്റ് ബോർഡ് എന്ന് പറഞ്ഞ് പഠിച്ചു. അതിനകത്ത് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഓരോ ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, റിപ്പോർട്ടുകൾ എഴുതും അല്ലെ. റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടാണ് ആ റിപ്പോർട്ടായിട്ടാണ് നമ്മൾ മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഗവേണിംഗ് ബോഡീസിന് വാർഷിക റിപ്പോർട്ടുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആരുടെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ്. അടുത്തത് എന്താണ്, ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ദ ആനുവൽ ബഡ്ജറ്റ്സ് അല്ലെ. വാർഷിക ബഡ്ജറ്റുകൾ എല്ലാം തന്നെ തയ്യാറാക്കുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ അവരായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഫിനാൻസ് മേഖലകളൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും.
ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അല്ലെ? വാർഷിക റിപ്പോർട്ടുകള്, ലാഭ റിപ്പോർട്ടുകള്, വരുമാന റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ. ഇത്രയുള്ളൂ ഫംഗ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എന്തെല്ലാം പോയിന്റുകൾ നമുക്ക് പഠിച്ചു നോക്കി? ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയത് ഫംഗ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചോദിക്കുക കേട്ടോ. ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ അവിടെ ഉണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും ഒരു റിപ്ലൈ പോലും നിങ്ങളുടെ കാത്തുന്നില്ല. എന്ത് പറ്റി? എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടാ. വേറെ ഒന്നും നിങ്ങൾ കൂടുതലൊന്നും മെസ്സേജ് ചെയ്യണ്ട, തപ്പടിക്കുക കേട്ടോ. എന്താണ് കഴിഞ്ഞ വർക്ക് അറ്റൻഡ് ചെയ്ത് അല്ലെ? ആ പോയിന്റ് ക്ലിയർ ആയില്ല. അപ്പൊ നോക്കുക, ഇതായിരുന്നു പോയിന്റ് അല്ലെ? വർക്ക്സ് അറ്റൻഡ് ചെയ്തിട്ട് അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് ദ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്. എന്താണ് അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ? എന്താ? ശ്രദ്ധയോടുകൂടി അല്ലെ? എന്ന് പറയല്ലേ, അറ്റൻഷൻ പ്ലീസ് എന്നൊക്കെ പറയാറില്ലേ? ശ്രദ്ധിക്കാം എന്ന് പറയുന്നത്. അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാമെന്ന അർത്ഥമാണ്. അതായത് ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരൊക്കെയാണ്? മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള മറ്റുള്ള എക്സിക്യൂട്ടീവുകളുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യണം. ഓക്കെ, അതിനൊപ്പം വളരെ സഹകരിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? എനിക്ക് അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോട്ടെ. ഇതൊന്നും കൂടുതലൊന്നും അതിനകത്തില്ല. തേർഡ് പോയിന്റ് ജസ്റ്റ് ക്ലിയർ ആയില്ല. തേർഡ് പോയിന്റ് അല്ലെ? തേർഡ് പോയിന്റിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എഴുതി വെച്ചേക്കാം. എന്താണ് സംഭവം? ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ, പോളിസികൾ അത് കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫോർമുലേറ്റ് ചെയ്യുക, അതായത് രൂപീകരിക്കുക. അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം പ്രവർത്തിക്കേണ്ടത് ചില പോളിസികൾക്ക് വിധേയമായിട്ടാണ്. മനസ്സിലായി? ചില നയങ്ങൾക്ക് വിധേയമായിട്ട് നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ട് ബ്ലഡ് ബാങ്ക് പഠിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ലേബർ ഹോം, പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുന്ന പോളിസികൾ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നടപ്പാക്കുക. പിന്നെ എന്താണ്? എൻഷുർ ദ കംപ്ലൈൻസ് വിത്ത് ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അബൈഡ് എന്നുള്ള അർത്ഥം, പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ആ ഹോസ്പിറ്റലിലെ എല്ലാവിധ നിയമങ്ങളും റൂളുകളും റെഗുലേഷൻസും, പിന്നെ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ? ആ എത്തിക്സ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റർമാർ ഉറപ്പാക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ആക്ട് ഈസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. അവർക്കൊരു എന്താ പറയുക, ഒരു നിയമസഹായം അല്ലെങ്കിൽ നിയമോപദേശം വേണ്ടുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളതും അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, പിന്നെ എന്താണ്? The hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് റൂൾസുകളൊക്കെ ഉണ്ടല്ലോ. ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് ചില സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ചില പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ടാണ്. ഈ പറയുന്ന ഗവൺമെന്റ് റൂളുകളെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടോ? അതുപോലെ എല്ലാവിധ നിയമാനുസൃത എന്താ പറയാ ആവശ്യകതകളും അവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ അല്ലെ? അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റി റെഗുലേഷൻസ്, സ്റ്റാഫിംഗ് റെഗുലേഷൻസ് അല്ലെ, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ആരുടെ ഫംഗ്ഷൻ വരുന്നതാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷൻ വരുന്നത്. മനസ്സിലായ? മൂന്നാമത്തെ പോയിന്റ് ഒരേ കാര്യം തന്നെയാണ്. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വേറെ രീതിയിൽ പറയുന്നത് ജസ്റ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് വെച്ചാൽ ബാക്കി എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ശരി, ഇനി നോക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു നല്ല ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ
പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ നിങ്ങളൊരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി കയറാണ്, നിങ്ങൾ ജോലിക്ക് കയറുന്നു, നിങ്ങൾ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിക്ക് കയറുമ്പോ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വളരെ എഫിഷ്യന്റ് ആണ്, വളരെ നന്നായിട്ട് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓൾമ്യൂട്ട് ചെയ്യില്ല അല്ലെ? ഓൾമ്യൂട്ട് ചെയ്യാൻ മറന്നു. ശ്യാമയുടെ അവിടെയാണ് തോന്നുന്നു അല്ലെ? ചെറിയ പ്രശ്നം. ഓക്കെ, ശരി. അത് നോക്കാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് മസ്റ്റ് ഷോ ദ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. അതായത് അവരുടെ ജോലിയിൽ എന്തായിരിക്കും? കഴിവ് തെളിയിച്ചിരിക്കും. അവർ ചെയ്യുന്ന ജോലി എന്ത് തന്നെ ആവട്ടെ അത് ഏറ്റവും എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർ അതിനകത്ത് വർക്ക് ചെയ്യും. ഇതാണ് പറയുന്നത് അല്ലെ? മസ്റ്റ് ഷോ ദ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. ജോലിയിൽ അവര് കഴിവ് കാണിച്ചിരിക്കും. പിന്നെ എന്താണ്? മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ദ ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ്സ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. പിന്നെ മാത്രമല്ല ആ ഒരു ഓർഗനൈസേഷനിൽ മറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രോബ്ലംസ്, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങള്, അതുപോലെ അവരുടെ റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ ആവശ്യകതകൾ, അതിനോടൊക്കെ എന്തായിരിക്കും? വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്താ പറയാ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും ആര്? ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ സുഗമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന് വരുന്ന പ്രശ്നങ്ങള്, അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ, അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളുടെ റിക്വയർമെന്റ്സും പ്രോബ്ലംസും അതിനെ കുറിച്ചൊക്കെ അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അല്ലെ? അതിനെ കുറിച്ച് അവർ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ചിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്. മൂന്നാമത്തെ പറയുന്നത് ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഫോർസീ എന്ന് വെച്ചാൽ എന്താണ്? മുൻകൂട്ടി കാണാം അല്ലെ? കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ ചില പ്രശ്നങ്ങൾ നമ്മൾ അപ്പ വെച്ചല്ല ചിന്തിക്കണ്ടേ, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ വരാം, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് നടത്താം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കില്ലേ? അതാണ് കാര്യങ്ങൾ എപ്പോഴും മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ സ്കില്ല് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? കൺസെപ്റ്റൽ സ്കിൽസ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? 3 സ്കില്ല് പറഞ്ഞില്ലേ നമ്മള്? ടെക്നിക്കൽ സ്കില്ല്, പിന്നെ എന്താ പറയാ ഹ്യൂമൻ സ്കിൽസ്, കൺസെപ്റ്റൽ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞില്ല. കൺസെപ്റ്റൽ സ്കിൽസിൽ പറയുന്നത് ഇതാണ്, കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ കാണാം, ഓക്കെ, പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. അതായത് വളരെ പുതിയതും അല്ലെ, ഏറ്റവും പുതിയതും അതുപോലെ നല്ല നല്ല ആശയങ്ങളെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കും. അത് നമ്മൾ പഠിച്ചു, റോൾസ് പഠിച്ചപ്പോ നമ്മള് ഇന്റർപ്രണർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. ഇന്റർപ്രണർ അല്ലാതെ എന്റർപ്രണർ അല്ലെ? സംരംഭകൻ. പുതിയ ആശയങ്ങള് കൊണ്ടുവരുന്ന, പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, അങ്ങനെ കഴിവുണ്ടായിരിക്കും. പിന്നെന്താണ്? ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ റിസോഴ്സസ്. നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പഠിച്ചിരുന്നു, ഹോസ്പിറ്റൽ ഓർഗനൈസ്. അതാണ് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കൃത്യമായിട്ട്, എല്ലാ വിഭവങ്ങളെയും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കും? ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയാണ് അവിടുത്തെ റിസോഴ്സസ്? അവിടുത്തെ ജീവനക്കാര് അല്ലെ? അവിടുത്തെ ജീവനക്കാര്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ഇതൊക്കെ എന്താണ്? അവിടെയുള്ള ഫെസിലിറ്റീസ് അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ളതും അല്ലെ, ഫിസിക്കൽ ഫെസിലിറ്റീസിന്റെ എല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ അസറ്റ് ആണ്, റിസോഴ്സസ് ആണ്. ആ റിസോഴ്സുകളെ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ? അടുത്തത് എന്താണ്? മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് ദ വർക്ക് ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ടൈം. എന്താണ് പറയുന്നത്? മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് ദ വർക്ക് അല്ലെ? വർക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്. ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തിക്കുക കേട്ടോ, വർക്ക് നല്ല രീതിയിൽ ചെയ്യാനും, അതുപോലെ അവരുടെ സമയം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ, വളരെ കാര്യക്ഷമമായിട്ട് തന്നെ അവരുടെ ടൈം ഉപയോഗപ്പെടുത്തുക. ചില ആൾക്കാർ അലസമായിട്ട് കുറെ സമയം കളയും. അങ്ങനെയല്ല, കിട്ടുന്ന സമയം കുറച്ചാണെങ്കിൽ കൂടിയും അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ആര് ശ്രമിച്ചിരിക്കും?
നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ട്രെയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് ദ പീപ്പിൾ അല്ലെ. അതായത് ആളുകളെ പെർസ്യൂഡ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, അവരെ പ്രചോദിപ്പിക്കാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഡെവലപ്പ് ദ പീപ്പിൾ അല്ലെ, ആളുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ അവരുടെ സ്റ്റാഫുകളാണെങ്കിൽ സ്റ്റാഫുകളെ എന്താണ് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട അവസരം കൊടുക്കുക, അവരെ പെർസ്യൂഡ് ചെയ്യുക. കാരണം അവരൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ താഴേക്ക് ഇടയിലുള്ള ജീവനക്കാരെ പെർസ്യൂഡ് ചെയ്യണം, അവരെ പ്രചോദിപ്പിക്കണം, അതുപോലെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എത്രയോ ആളുകളായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ്. പബ്ലിക് ആയിട്ടുണ്ട്, പേഷ്യൻസ് ആയിട്ടുണ്ട് അല്ലെ, അതുപോലെ മറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി അല്ലെ, അതുപോലെ നമ്മുടെ മീഡിയാസ്, എല്ലാമായിട്ട് ഒരു എന്തായിരിക്കണം, നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഇതൊക്കെയാണ് ഏറ്റവും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 10 അവർ കഴിവ് തെളിയിച്ചിരിക്കും. അതുപോലെ ആ ഒരു ഓർഗനൈസേഷനിൽ ആയിക്കോട്ടെ അവിടുത്തെ ജീവനക്കാരുടെ പ്രോബ്ലംസുകൾ, അവരുടെ ആവശ്യകതകളെ കുറിച്ചൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കും. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളായിരിക്കും. ലഭ്യമായിട്ട് എല്ലാ റിസോഴ്സുകളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വിതരണം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് മാത്രമല്ല അവരുടെ സമയം അവര് എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്തും. ആളുകളെ പ്രചോദിപ്പിക്കാൻ, ആളുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ടും കഴിവുണ്ടായിരിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഇതൊക്കെയാണ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററുടെ എന്താണ് സവിശേഷത കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ശരി, എന്താണെന്ന് വെച്ചാല് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് പലരായും അധികം ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതൊന്ന് ചിന്തിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് അതിന് കൊടുത്തേക്കുന്നത്. കാര്യം നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാല് ബിഹൈൻഡ് ദ സീൻ ആണ്. നമുക്കധികം വിസിബിൾ അല്ല അവരുടെ ജോലി. അങ്ങനെയുള്ളവരെ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാറില്ല എന്നുള്ളതാണ് അല്ലെ. ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷെ അവരെന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ബാക്കില് ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെ, അതിന്റെ പുറകിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവര് ബില്ലിംഗ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രാധാന്യം അവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ്, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാബേസസ് ആസ് ദ റിക്വയർമെന്റ്സ്. ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ബില്ലുകൾ, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഗുഡ്സ് അല്ലെ, ചരക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതന്നെ ഡീറ്റെയിൽ കറക്റ്റ് ആണ് കേട്ടോ. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ആ ചരക്ക് കണക്കുകളാണ്, സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന്റെ വാങ്ങിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും വിലവേറെ കണക്കുകളാണ് കേട്ടോ. അപ്പൊ അത്തരം ബില്ലുകൾ, ഇൻവോയ്സുകൾ എല്ലാം തയ്യാറാക്കുന്നത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. മെയിൻറ്റെയിനിങ് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള റെക്കോർഡുകൾ എല്ലാം തന്നെ നിലനിർത്തുന്നു. ലുക്കിംഗ് ഓവർ ദ കോൺട്രാക്ട്സ്, പുതിയ പുതിയ കോൺട്രാക്റ്റുകൾക്കായിട്ട് അവര് നോക്കുന്ന അല്ലെ, പുതിയ കരാറുകൾ വരാൻ. അതുപോലെ അപ്ഡേറ്റിംഗ് ദ ഡാറ്റാബേസസ് ആസ് റിക്വയർമെന്റ്സ്, അത് മാത്രമല്ല ഡാറ്റാബേസിലെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാ ഇൻഫർമേഷൻ എന്താണ്, നമ്മള് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, ഡാറ്റാബേസ് മാനേജ്മെന്റ്. ഈ ഡാറ്റാബേസിൽ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുന്നുണ്ടെന്നും അത് അപ്ഡേറ്റഡ് ആണ്, ഒന്നും വിട്ടുപോകാതെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആരുടെ ജോലിയാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലിയാണ്. അത്തരം വർക്കുകളൊക്കെയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. ഇനി നോക്കുക, the job also necessitates seeing to it that all the information is entered correctly and making the financial reports. അത് മാത്രമല്ല എല്ലാ എന്താണ് എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷനും വളരെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ട്
ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതും അത് തയ്യാറാക്കുക എന്നുള്ളതും ഈ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, while their role is often overlooked owing to its back-end nature, billing clerks provide valuable support to clinicians in that they support the providers to get paid for services rendered. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ബില്ലിംഗ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അത് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അതിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ അധികം കാണാറില്ല. പക്ഷെ എന്താണ്, ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അതില് നമ്മുടെ ഡോക്ടേഴ്സിന്, ക്ലിനിഷ്യൻസിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആളുകളാണ്. ഏത് തരത്തിലാണ് അവർ പിന്തുണ കൊടുക്കുന്നത്? Yes, they support the providers to get paid for services rendered. അതായത് ഈ പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ ക്ലിനിഷ്യന്മാർ, ഡോക്ടർമാർ അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അല്ലെ, അവർക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾക്ക് എന്താണ് തിരിച്ച് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. കാര്യം അവർ മരുന്ന് എഴുതി കൊടുക്കുന്നു എന്നുള്ളൂ അല്ലെ. ആ മരുന്നുകളുടെ പ്രകാരം കൃത്യമായിട്ട് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ചില രോഗികൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ സബ്മിറ്റ് ചെയ്ത് അതുപോലെ തന്നെ റീഇംബേഴ്സ്മെന്റ് നടപടിക്രമങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് ക്ലിനിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ആര്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അഥവാ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബില്ലിംഗ് ക്ലർക്സ് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻസ് ഇൻ ദാറ്റ് ദേ സപ്പോർട്ട് ദി പ്രൊവൈഡേഴ്സ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ ദ സർവീസസ് റെൻഡഡ്. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് പണം ലഭിക്കാനായിട്ട് അവരെ സഹായിക്കുന്നു. അവർ കൃത്യമായിട്ട് ബില്ലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ എമൗണ്ട് പേ ചെയ്യാനായിട്ട്, ആ എമൗണ്ട് പ്രൊവൈഡേഴ്സിന് കൊടുക്കാനായിട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ കേട്ടോ. ഇനി നോക്കാം, they are expected to understand the claim submission and the reimbursement protocols for both the government and private insurers. ആരാണ് ഇൻഷുറർമാര്? കമ്പനികളാണ് അല്ലെ. ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഷുറർമാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ക്ലെയിമുകളൊക്കെ കൃത്യമായിട്ട് ക്ലെയിമുകൾ അല്ലെ, അവരുടെ അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലെയിംസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ ചെയ്യുന്നതിന് സഹായിക്കുന്ന വ്യക്തികളാണ്. Clerks also offer important insight into the hospital or clinic's complaints efforts and responsibility. അത് മാത്രമല്ല, ഈ ബില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസും കൃത്യമായിട്ട് പാലിക്കുന്നതിനുള്ള എഫർട്ടുകളും ആദ്യം ചെയ്യുന്നുണ്ട് ബില്ലിംഗ് ക്ലർക്കുകൾ അഥവാ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്ക്രീൻ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. എങ്കിൽ കൂടിയും എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അവര് ക്ലിനിക്കൽ മീൻസ് ഡോക്ടേഴ്സിന് അവർ ഒരുപാട് പിന്തുണ കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബില്ലുകൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് അതിന്റെ റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഓർത്തൊക്കെ എല്ലാം സെയിം പോയിന്റുകളൊക്കെ തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ നമ്മൾ കണ്ടു, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് കണ്ടല്ലേ, ഹെർബർ സൈമന്റെ ലൂതർ ഫിലിപ്പിന്റെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ എന്താണ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക ഈ ചാപ്റ്ററിന്. കോസ്റ്റ് കോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ എന്തൊക്കെയാണ്? 3 റോളുകൾ. അതുപോലെ എന്തൊക്കെ സ്കില്ലുകളാണ് ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് കണ്ടു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടു. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബുകൾ എവിടെയൊക്കെ ചെയ്യാം? റീഹാബിലിറ്റേഷൻ ടെക്നിക്സ് ചെയ്യാം, ആംബുലേറ്ററി കെയർ സെറ്റിലുകൾക്ക് ചെയ്യാം. അങ്ങനെ കുറെ ലിസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഏതൊക്കെ പൊസിഷൻസ് ആണ് അവർക്ക് വഹിക്കാനായിട്ട് സാധിക്കുക? അഡ്മിനിസ്ട്രേറ്ററുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത്. ചാപ്റ്റർ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിന് തുടങ്ങി വെക്കാം കേട്ടോ. പുതിയ ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ചാപ്റ്റർ 4ാമത്തെ മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ വൈസ് പ്രകാരം 4ാമത്തെ മൊഡ്യൂളില് 1ാമത്തെ ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് എത്രാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ 16 എങ്ങാനാണോ? 16 എങ്ങാനാണ് നോക്കി മെഡിക്കൽ ഇൻഷുറൻസ്.
16ാമത്തെ ചാപ്റ്റർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. മെഡിക്കൽ ഇൻഷുറൻസ്. എടുത്തോ നിങ്ങൾ ആ ചാപ്റ്റർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. എന്താണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും എന്തുണ്ട്? ഇൻഷുറൻസ് ഉണ്ട്. ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം അല്ലെ. അധികം ആൾക്കാർ എപ്പോഴും നമ്മളൊരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ അല്ലെ, അൺഎക്സ്പെക്ടഡ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അത്തരം ചെലവുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? നമുക്ക് ഇൻഷുറൻസുകൾ സഹായിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, മെഡിക്കൽ ഇൻഷുറൻസ് നമ്മളെ സഹായിക്കും. ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ടേംസ്. ഇതിൽ ഒന്ന് രണ്ട് കുറെ പോയിന്റുകൾ തുറക്കാൻ നിന്ന് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ശ്രദ്ധിക്കാം. നോക്കാം, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. അതായത് അസുഖങ്ങൾ മൂലം, ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ചെലവുകൾ വഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആക്സിഡന്റ് മൂലം അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നിരിക്കട്ടെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചെലവുകൾ നമുക്ക് വന്നുപെടും അല്ലെ. നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടാലും ഒരു അസുഖം മതി എല്ലാം പോവാനായിട്ട് അല്ലെ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? പൈസ ഏത് വഴിക്കാണ് പോണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത്തരത്തില് ആക്സിഡന്റുകൾ, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെലവുകൾ വഹിക്കാനായിട്ട് സഹായിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകും. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആരാണ് ഇൻഷുർഡ് പേഴ്സൺ, അതുപോലെ തന്നെ ആരാണ് ഇൻഷുറർ. ആരാണ് ഇൻഷുർഡ് പേഴ്സൺ? ഇൻഷുറൻസ് ചെയ്ത വ്യക്തിനെയാണ് നമ്മൾ ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എന്താണ് പറയാ? ഇൻഷുർഡ് പേഴ്സൺ, ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇപ്പൊ ഞാനാണ് LIC എടുത്തില്ലെങ്കിൽ ഞാനാണ് അവിടുത്തെ ആര്? ഇൻഷുർഡ് പേഴ്സൺ. ഓക്കെ, പിന്നെ ആരാണ് ഇൻഷുറർ? ഇൻഷുറർ ആരാണ്? കമ്പനിയാണ് അല്ലെ. നമുക്ക് പണം തരുന്ന കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഹു ഈസ് ദി ഇൻഷുർഡ് പേഴ്സൺ ആണ് അവർ പറയുന്നത്. ആരാണ്? നോക്കിക്കേ, ദ ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ or business that gets compensated if the loss occurs. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അവിടെ ചെറിയ തിരുത്തുകൾ ഉണ്ട് കേട്ടോ. ചെറിയ തിരുത്തുകൾ ഉണ്ട്. അത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എഴുതി വെക്കുക കേട്ടോ. എന്താണ് പറഞ്ഞത്? The insured is the person or business that gets compensated if the loss occurs. ഫുൾ സ്റ്റോപ്പ് ഇടുക. അതൊരു സെന്റൻസ് ആണ്. ആരാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ ബിസിനസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അറിയാലോ എല്ലാവർക്കും അല്ലെ. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന ആ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഇൻഷുറർ? ആരാണ് ഇൻഷുറർ? പൈസ കൊടുക്കുന്ന ആള് അല്ലെ. പണം കൊടുക്കാൻ സമ്മതിച്ച കമ്പനി ആവാം അല്ലെ. അവരാണ് ആര്? ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നോക്കുക കേട്ടോ, ആരാണ് ഇൻഷുറർ എന്നുള്ളത്? ഈസ് നോൺ ആസ് വേണ്ട കേട്ടോ, അതൊന്ന് വെട്ടിക്കമ്മില്ല. എന്നിട്ട് ഇങ്ങനെ വായിക്കാം, ഇൻഷുറർ ഇസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ഇതാണ് അതിന്റെ കറക്റ്റ് സെന്റൻസ് കേട്ടോ. ഇൻഷുറർ ഇസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. അതായത് ഈ ഒരു നഷ്ടപരിഹാരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്താണ്? എഗ്രി ചെയ്തിട്ടുള്ള അല്ലെ, സമ്മതിക്കുന്ന ആ ഒരു കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയെ നമ്മൾ ഇൻഷുർഡ് പേഴ്സൺ എന്നും, ഇനി ഈ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം കൊടുക്കുന്ന വ്യക്തി അല്ലെ, അതിനുള്ള ആ ഒരു എന്താ പറയാ പേ ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. അതിപ്പോ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളാണ് കേട്ടോ, വ്യക്തിയല്ല കമ്പനികളാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കണ്ടു. ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് പേഴ്സൺ ആരാണെന്നുള്ളതും മനസ്സിലാക്കി. ഇനി നോക്കിയേ, the money that is paid by the insured to the insurer
ഈസ് നോൺ ആസ് പ്രീമിയം. അങ്ങനെ കൂടെ എഴുതിയില്ല. ഈസ് നോൺ ആസ് പ്രീമിയം. ചില സെന്റൻസ് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചില സെന്റൻസ് അവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ചാപ്റ്റർ എത്രയാണ്? 16 തോന്നുന്നു. 16. 4ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് തിരുത്തേണ്ടത്? ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് നോൺ ആസ് പ്രീമിയം, ഈസ് കോൾഡ് പ്രീമിയം. PREMIUM അങ്ങനെ എഴുതി വായിക്കുക കേട്ടോ. അപ്പൊ എന്താണ് പ്രീമിയം? നമ്മളൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെ? അതായത് ആ ഒരു ഇൻഷുർഡ് പേഴ്സൺ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയാണ് എന്തെന്ന് പറയുന്നത് പ്രീമിയം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് മന്ത്ലി ഉണ്ടായിരിക്കും. പിന്നെ അവര് പറയുന്ന പ്ലാൻ അനുസരിച്ച് ചിലത് 3 മാസം കൊടുക്കുന്നുണ്ടാവും, ചിലത് 6 മാസം കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോന്നുണ്ട്. കൂടുതലും മന്ത്ലി ആയിട്ടുള്ള പ്രീമിയംസ് അടച്ചു പോകാറാണ് പതിവ്. അല്ലാത്തതും ഉണ്ട്. അപ്പൊ ഏതാണോ ഇൻഷുറൻസ് അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്താണ് ഇൻഷുർഡ് പേഴ്സൺ, ആരാണ് ഇൻഷുറർ, എന്താണ് പ്രീമിയം, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞാൽ നമുക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരുമ്പോൾ നമ്മുടെ ചെലവുകള് വഹിക്കുന്ന മീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി നഷ്ടപരിഹാരം സംഭവിച്ച വ്യക്തിക്ക് പണം കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കൊടുക്കുന്ന കമ്പനിയെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഷുർഡ് പേഴ്സൺ അല്ലെ, ഇൻഷുറൻസ് നൽകുന്ന ഒരു നിശ്ചിത തുകയാണ് എന്ത് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഇനി എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നാണ് പറയുന്നത് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ആൻ ഇൻഷുറർ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. എന്താണെന്ന് പറഞ്ഞാൽ പുറത്തു മൊഡ്യൂളിൽ ആ ചാപ്റ്റർ കാണാനില്ലാണ്ടോ? ചാപ്റ്റർ ഇല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്റർ ഇല്ല? മിസ്സിംഗ് ആണോ? സെക്കൻഡ് മൊഡ്യൂൾ ഇല്ല. മൊഡ്യൂൾ 2 കിടക്കണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡിസോർഡർ ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 2 കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്യുക. മെഡിക്കൽ ഇൻഷുറൻസ്. കിട്ടിയാ മാർഗ? അറിവില്ല ചോദിച്ചത്? ഓക്കെ, ശരി ശരി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് അല്ലേ? ബോറടിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ഒക്കെ വരുന്നുണ്ടോ? കുറച്ചു പേർക്കൊക്കെ ബോറടി അവർക്കൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ. ഇപ്പൊ 5 മിനിറ്റ് എന്തെങ്കിലും പറയൂ നിങ്ങള്. 5 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കാൻ എനിക്കും ഇഷ്ടമില്ല. അതെ, വേറെന്താണ് വിശേഷങ്ങള്? സുഖാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അതിന് റിപ്ലൈ ഇല്ലല്ലോ നിങ്ങൾക്ക്. എന്ത് പറ്റി? സുഖമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വലിയൊരു സർപ്രൈസ് ഒക്കെ ഉണ്ട്. അതിനെ മിസ് പറഞ്ഞിരുന്നോ? സർപ്രൈസ് ചാപ്റ്റർ തപ്പുമായിരുന്നു. ഓക്കെ ഓക്കെ, ചാപ്റ്റർ തപ്പി കിട്ടി എന്നിട്ട്? എനിക്ക് കുഴപ്പമില്ല. ചാപ്റ്റർ കിട്ടിയില്ലേ? സർപ്രൈസിന്റെ മിസ്സിന്റെ സർപ്രൈസ് അറിഞ്ഞില്ലേ? യെസ് യെസ്, മിസ്സിന്റെ കല്യാണമാണ് കേട്ടോ. ഓക്കെ, മാരേജ് ആണ് ഈ സൺഡേ. ഓക്കെ, പറഞ്ഞു അല്ലേ? ഓക്കെ, പറഞ്ഞു. ഞാനൊരു സർപ്രൈസ്. പോകാൻ നോക്കണം. ഗുരുവായൂർ വെച്ചിട്ടാണ്. അത് പോകാൻ പറ്റുമെന്നുള്ളത് സംശയമുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് അടങ്ങിയിട്ടിരിക്കുന്നത്. വരുന്ന സൺഡേ 15-ാം തീയതി. ഈ വരുന്ന സൺഡേ. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോഴും ഭയങ്കര എന്താ പറയാ, ഉച്ചക്കെല്ലാം ക്ലാസ്സിൽ കയറുന്ന സമയത്തേ എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഉഷാറില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
ബോറടിച്ചിട്ടാണോ എന്ന് അറിയില്ലല്ലോ, ബോറടിച്ചിട്ടാണോ ഉറക്കം വരുന്നുണ്ടോ ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നും ഇൻഷുറർ എന്താണെന്നും ഇൻഷുർഡ് പേഴ്സൺ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്ലാസ് ബോറടിക്കാത്തത് ഭാഗ്യമാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം രക്ഷിത. എന്റെ ക്ലാസ് ആർക്കും ഉണ്ട് കേട്ടോ, ഗ്രിംസിന്റെ ക്ലാസ് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനത് വിചാരിക്കാറുണ്ട് നമ്മുടെ ക്ലാസ് ബോറടിക്കണമെങ്കിൽ നമുക്കും ഒരു ബുദ്ധിമുട്ടല്ലേ, കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബോറടി ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. ശരി, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാലോ. 5 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ, 5 മിനിറ്റും കൂടെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാല്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്? ഇറ്റ്സ് എൻ എഗ്രിമെന്റ്. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ആൻ ഇൻഷുറർ and an individual or group in which the insurer agrees to provide specific health insurance cover at a particular premium. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എഴുതി ചേർക്കാനുള്ളതൊക്കെ നിങ്ങൾ എഴുതി ചേർത്തില്ലേ? അല്ലാണ്ട് വായിക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ ഒരു സെന്റൻസ് ഇല്ലേ, ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റ് വിത്ത് ദ ലോസ് ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ സ്ലോണേഴ്സ് ഉണ്ടല്ലോ, അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് എന്റെ ആവശ്യം അവിടെ ഇല്ല. എന്നിട്ട് ഇങ്ങനെ വായിക്കാം, ആരാണ് ഇൻഷുറർ? ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ഓക്കെ, അങ്ങനെ വായിക്കാം കേട്ടോ. അതുപോലെ ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം എന്ന് എഴുതി ചേർക്കണം കേട്ടോ. അവിടെ ഈസ് കോൾഡ് പ്രീമിയം എന്നാലാണ് സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അല്ലാണ്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടില്ല. പ്രിന്റിംഗിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഈസ് കോൾഡ് പ്രീമിയം എന്താണ് എന്നോട് പറയണോ? ഓക്കെ, പറയാം. അതായത് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ അതിനകത്ത് ഇങ്ങനെ വായിക്കാം, ദ ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. ഫുൾ സ്റ്റോപ്പ് ഇടാം, ഒക്കേഴ്സ് കേട്ടോ. അതായത് ആരാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല്? ആരാണ് ഇൻഷുർഡ് പേഴ്സൺ? യെസ്, അതായത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി അല്ലെ, നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്, എനിക്കതിന് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപരിഹാരം അവര് തരണം അല്ലെ, എന്റെ കമ്പനി തരണം. അപ്പൊ ആ നഷ്ടപരിഹാരം ആർക്കാണ് ലഭിക്കുന്നത്? എനിക്കല്ലേ കിട്ടുന്നത്. ഞാനാണ് അവിടുത്തെ ഇൻഷുർഡ് പേഴ്സൺ. എനിക്ക് ആ പൈസ തരുന്ന കമ്പനി ഏതാണ്? ആ കമ്പനിയാണ് ആര്? ഇൻഷുറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെട്ടാ. അതുപോലെ ഇങ്ങനെ വായിക്കാം, ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് to the insurer is called premium. Premium എന്താണെന്ന് അവരോട് പറയാം കേട്ടോ. is called premium. കിട്ടിയല്ലോ. പിന്നെ ഇൻഷുറർ is the company that agrees to pay the compensation. അങ്ങനെ വായിക്കുക കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ? അതൊരു അഗ്രിമെന്റ് ആണ്, അതായത് കരാറാണ്. ആര് തമ്മിലുള്ള അഗ്രിമെന്റ് ആയിരിക്കും? ഇൻഷുർഡ് പേഴ്സണും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ, എഗ്രിമെന്റ് ആണ്. അതിനകത്ത് ഇൻഷുറർ എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത പ്രീമിയത്തില് അല്ലെ, നിശ്ചിത പ്രീമിയത്തില് ഒരു എന്താണ് ഒരു സ്പെസിഫിക് ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ആർക്ക് കൊടുക്കുന്നു? ഇൻഷുർഡ് പേഴ്സണ് കൊടുക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്. ആര് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്? ഇൻഷുററും ഇൻഷുർഡ് പേഴ്സണും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് ഇൻഷുറർ എന്ന് പറഞ്ഞ കമ്പനി അല്ലെ, പണം കൊടുക്കുന്ന ആ ഒരു കമ്പനി എന്ത് പ്രൊവൈഡ് ചെയ്യാണ്? ഒരു നിശ്ചിത പ്രീമിയത്തില് അല്ലെ, നിശ്ചിത പ്രീമിയത്തില് ഒരു സ്പെസിഫിക് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ആർക്ക് കൊടുക്കാണ്? ഇൻഷുർഡ് പേഴ്സണ് കൊടുക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇന്നത്തെ ക്ലാസ് അപ്പൊ ഞാനൊന്ന് മൈൻഡ് അപ്പ് ചെയ്യാൻ നിർത്താണ്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ പഠിച്ചു, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ടെസ്റ്റും തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആദ്യം മിസ്സിന്റെ ക്ലാസ് ആണ്. ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.